ഏട്ടാ എടാ ഇവിടെയൊന്നും ആരുമില്ല, വിനുവേണ്ണന് തോന്നിയതായിരിക്കും. വന്നേ ഇങ്ങോട്ട് വന്നേ. നോട്ടക്ക് എന്താടാ പേടിയുണ്ടോ? വാ. എന്നാ എനിക്ക് പേടിയുണ്ട്. എന്തായി മോനെ? ഈ പരിസരത്തൊന്നും ഒരാള് പോലും ഇല്ല. മോഷ്ടിക്കാൻ വന്നവരെ എപ്പോഴേ രക്ഷപ്പെട്ടു പോയി കാണും. അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്താ മോഷ്ടിക്കാനുള്ളത്? മോനെ, നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. നീ കണ്ടെന്നോ? അയ്യോ, അമ്മ വല്ലാതെ പേടിച്ചിട്ടുണ്ടാവും. കാതിലും കഴുത്തിലും ഒക്കെ കിടന്നതുണ്ടോന്ന് നോക്കാം. വാ. കള്ളൻ എന്തിനാ അച്ഛമ്മയുടെ മുറിയിൽ വന്ന് കയറണം? ആരായിരിക്കും ആ കള്ളൻ? എന്നെ എപ്പോഴും പിന്തുടരുന്ന അമ്മാവന്റെ സംശയദൃഷ്ടികൾ ഒഴിച്ചാൽ മറ്റെല്ലാ രീതിയിലും ഞാൻ ഈ കോലത്ത് സുരക്ഷിതയാ. ഒരു വിധത്തിൽ നോക്കിയ വിക്രം എന്ന എന്റെ ഭർത്താവിന്റെ വരവ് എനിക്ക് അനുകൂലമാണ്. ഞാൻ മരണപ്പെട്ടു എന്നുള്ളൊരു തോന്നല് അമ്മാവനുണ്ടായല്ലോ. എന്നാലും അമ്മാവൻ എന്നെ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ചന്ദ്രികയുടെ മകൾ വർഷ തന്നെയാണ് അമ്മുവിന്റെ രൂപത്തിൽ അവതരിച്ചതെന്ന് ബോധ്യപ്പെടാൻ പഴുതുകൾ തേടുന്ന അമ്മാവൻ. ഒരുപക്ഷെ ഞാൻ വർഷ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്നെ നീ നോക്കണ്ട. അച്ഛനും അമ്മയും ഓർത്തെങ്കിലും നീ ഇവിടുന്ന് പോവരുത്. വർഷയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചവളല്ലേ നീ? നീയായിട്ട് ഈ വീടിന്റെ സമാധാനം കളയരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്നെ പറയാൻ പാടില്ലാത്തതെല്ലാം പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഓന്യത ചമ്മന്തി കാല് പിടിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ ഒരു ഔദാര്യവും മാപ്പും എനിക്ക് ആവശ്യമില്ല. എന്നെ ആവശ്യമുള്ളവരിവിടെ ഉണ്ടെങ്കിൽ അവര് വരട്ടെ. അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന കാര്യം ആലോചിക്കാം. മോളെ ഹരിതേ, എന്താ അമ്മ ഇതൊക്കെ? എന്താ ഉണ്ടായത്? വെറും ഒരു നിസ്സാര കാര്യം. കഴിച്ച പാത്രം കഴുകാതെ ഹരിത അത് അലക്ഷ്യമായി ഇട്ടെറിഞ്ഞിട്ട് പോവാൻ നോക്കി. അവരവരെ കഴിച്ച പാത്രമെങ്കിലും അവരവരെ കഴുകണമെന്ന് സുചിത്ര പറഞ്ഞു. അതാ വഴക്കിന്റെ തുടക്കം. അതിന് ഞാൻ മാപ്പ് ചോദിച്ചില്ലേ മനോജ്? എന്നിട്ടും ഹരിത എന്താ ഇങ്ങനെ?
എന്താ എന്തു പറ്റി നിന്റെ മുഖത്തൊരു പരിഭ്രമം? അത് പുറത്ത് 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 ആരോ വന്നിരിക്കുന്നു. പുറത്തുള്ള ആളെ ഞാൻ മാനേജ് ചെയ്തോളാം. നീ ഒക്കോ ഒക്കോ.